നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഇത്തവണത്തെ ടോപ്പിക്ക് ഡെൻറ്റൽ സിസ്റ്റിനെ കുറിച്ചാണ്. അതായത് ഡെൻറ്റൽ സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിൻ്റെ വേരിൻ്റെ അടിയിലുള്ള ഒരു നീർക്കട്ടി. അതാണ് അതിൻ്റെ അർത്ഥം. ഈ നീർക്കട്ടി എങ്ങനെ വരുന്നു? പലപ്പോഴും പല്ലിൽ ഇൻഫെക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, പല്ലിൽ എങ്ങനെ ഇൻഫെക്ഷൻ വരുന്ന, പലപ്പോഴും കേടുകൾ വന്ന് പല്ലിലുള്ള കേട് അകത്തേക്ക് ആഴത്തിലേക്ക് പോയി ഇതിൻ്റെ പൾപ്പിൽ കയറി ആ പൾപ്പിൽ നിന്ന് ഇൻഫെക്ഷൻ റൂട്ട് വഴി അങ്ങ് അറ്റത്തെത്തി അവിടുന്ന് അത് പുറത്തേക്ക് എല്ലിലേക്ക് കടന്ന് അവിടെ ഇരുന്നൊരു നീര് ഉണ്ടായി. ആ നീരിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് ഈ ഡെൻറ്റൽ സിസ്റ്റ്. ഈ ഡെൻറ്റൽ സിസ്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ആ പല്ല് ഡെഡായി കാണും. അതിനകം പല്ലിന് ലൈഫ് ഉണ്ടാവില്ല, ഇതിൻ്റെ അറ്റത്ത് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക? പലപ്പോഴും നമ്മൾ എക്സ്റേയിൽ വളരെ വ്യക്തമായിട്ട് കാണാം. ഡെൻറ്റൽ സിസ്റ്റിനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് എക്സ്റേയിൽ കാണാൻ സാധിക്കും. ഇനി ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. റൂട്ട് കനാൽ വഴി നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ജീവനുള്ള അതിൻ്റെ ഉള്ളിലുള്ള പഴുപ്പുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമ്മളത് കളഞ്ഞ് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് നമ്മളത് റൂട്ട് കനാൽ ഫില്ല് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് ഡെൻറ്റൽ സിസ്റ്റ് സെപ്പറേറ്റ്ലി ഒരു സർജറി ചെയ്ത് നമുക്കത് റിമൂവ് ചെയ്യാം. അപൂർവം ചില സമയത്ത് വളരെ വലിയ സിസ്റ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റൂട്ട് കനാലിലൂടെ തന്നെ നമ്മളത് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് അത് വൃത്തിയാക്കി എടുത്ത് മൾട്ടിപ്പിൾ സിറ്റിങ്ങിലൂടെ നമ്മളത് ക്യൂർ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ഡെൻറ്റൽ സിസ്റ്റ് നമ്മൾ സർജറി ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ ബയോപ്സിക്ക് അയക്കും. അതായത് ഇതിൻ്റെ പരിശോധന നടത്തി മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഇത് പരിശോധിച്ച് ഇത് സിസ്റ്റ് തന്നെയാണെന്ന് ഉറപ്പിക്കണം. ഇല്ലെങ്കിൽ വളരെ അപൂർവം ഇത് മറ്റ് പല സംഭവങ്ങളും ആവാം. ചില സിറ്റുവേഷനിൽ ക്യാൻസർ പോലെ വരാം, ചില സിറ്റുവേഷൻസിൽ വേറെ ചില കണ്ടീഷൻസ് ആവാം. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ഈ ഡെൻറ്റൽ സിസ്റ്റ് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഗുലറായിട്ടുള്ള ഡെൻറ്റൽ ചെക്കപ്പും വളരെ നേരത്തെ ഫില്ലിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം തീർത്ത് വയ്ക്കുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഡെൻറ്റൽ സിസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ സിസ്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ വേദന വേണമെന്നില്ല. നമ്മൾ ആ നീർക്കട്ടി അങ്ങനെ അവിടെ നിൽപ്പുണ്ടാവും. പലപ്പോഴും ഇത് എല്ലിൻ്റെ ഉള്ളിലൂടെ സ്പ്രെഡ് ചെയ്ത് അടുത്ത പല്ലിലേക്ക് പടർന്ന് അതിന് ചുറ്റുമുള്ള ബോണിൻ്റെ സപ്പോർട്ട് നഷ്ടപ്പെടുകയും അതുമൂലം മറ്റു പല പ്രശ്നങ്ങളും വരാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഡെൻറ്റൽ സിസ്റ്റിനെ കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.